നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കൃത്യമായി കാവലാളായി തന്നെയാണ് അർത്ഥവത്തായി താൻ നിൽക്കുന്നതെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് കൃത്യമായി ഒരു നടപടി കൂടി എടുക്കുകയാണ്. അത് നിരവധിയായ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകൾ ഈ രാജ്യത്ത് വലിയ തോതിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇതിനോടകം തന്നെ CAG റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അത് കേസുകളായി അല്ലെങ്കിൽ അത് ഹർജികളായി സുപ്രീം കോടതിയിലേക്ക് വരും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കൊള്ളിവെപ്പും കേന്ദ്ര സർക്കാരിൻ്റെ ദുരുപയോഗവും ചീഫ് ജസ്റ്റിസിനെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനത്തിൽ പാനലിൽ നിന്ന് തന്നെ ഏകപക്ഷീയമായി എടുത്തു കളഞ്ഞ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് രാഷ്ട്രപതിക്ക് കത്തയക്കാനാണ് തയ്യാറെടുക്കുന്നത്. രാഷ്ട്രപതിക്ക് കത്തുകൾ അയച്ചുകൊണ്ടായിരിക്കും ചീഫ് ജസ്റ്റിസ് തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുക. നേരത്തെ പരമാധികാരത്തെ ചൊല്ലി മുൻപ് രാഷ്ട്രപതിയായിരിക്കുന്ന ദ്രൗപദി മുർമു മുൻ ചീഫ് ജസ്റ്റിസായ BR ഗവായിക്ക് കത്തുകൾ അയച്ചിരുന്നു. അതായത് നിരവധിയായ വിഷയങ്ങളിൽ രാഷ്ട്രപതിയുടെ നിലപാടുകളെ ആത്യന്തം എല്ലാവരും അനുസരിക്കേണ്ടതിൻ്റെ ബാധ്യതയെക്കുറിച്ചായിരുന്നു അന്ന് രാഷ്ട്രപതി വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ തിരിച്ച് കത്തയക്കുന്ന സാഹചര്യത്തിലേക്കാണ്. രാഷ്ട്രപതി സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു എന്നതൊഴിച്ചാൽ രാഷ്ട്രപതിക്ക് പല കാര്യങ്ങളിലും ചീഫ് ജസ്റ്റിസിനെ മറികടന്നുകൊണ്ട് ഉത്തരവിറക്കാൻ കഴിയില്ല. ഓർഡിനൻസ് രൂപത്തിൽ പിൻവാതിലൂടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന പദ്ധതികളിൽ ചീഫ് ജസ്റ്റിസ് കടന്നാക്രമിക്കുകയാണ്. ഓർഡിനൻസ് എന്നത് രാഷ്ട്രപതിയുടെ തോന്നുന്ന നിലപാട് അത് ഏർപ്പെടുത്താനുള്ള ഞുണുക്ക് വഴിയല്ല എന്നുകൂടി വ്യക്തമാക്കുന്ന തരത്തിലേക്ക് ചീഫ് ജസ്റ്റിസ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ നിരവധിയായ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ചീഫ് ജസ്റ്റിസിന് കഴിയും. നേരത്തെ ഉപരാഷ്ട്രപതിയെ ആ സ്ഥാനത്തു നിന്നും ഭയപ്പെടുത്തി ഓടിച്ചതുപോലെ ചീഫ് ജസ്റ്റിസിനെ ഓടിക്കാമെങ്കിൽ ഓടിക്ക്. ഇതൊരു പ്രോസസ്സാണ്. തൻ്റെ മുൻഗാമിമാർ ചെയ്ത അതേ പാതയിലൂടെ തന്നെയാണ് ജസ്റ്റിസ് സൂര്യകാന്തും നടക്കുന്നത്. അതായത് നേരത്തെ എങ്ങനെയാണോ സഞ്ജീവ് ഖന്നയും BR ഗവായിയും ഒരു നേർവഴി കാട്ടിക്കൊടുത്തത്, അതേ പാതയിലൂടെ സംഘപരിവാറിന് അടിമപ്പെടാതെ മുന്നോട്ട് കുതിക്കുന്നു. ഇത് രാജ്യം കൈയടിക്കുന്ന നിമിഷം തന്നെയാണ്. കാട്ടുകൊള്ള നടത്തി അധികാരം തുടരാൻ വേണ്ടി പണമെറിയുക, ഇലക്ഷൻ കമ്മീഷനെ വിലക്കെടുക്കുക, ഇലക്ഷൻ കമ്മീഷൻ പാനലിലെ അംഗങ്ങളായിട്ടുള്ള വിവേക് ജോഷി അടക്കമുള്ളവർ ഇലക്ഷൻ കമ്മീഷനെ തിരുത്താൻ വേണ്ടി കോടതിയിലേക്ക് പോകേണ്ട സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക. ഇതാണിപ്പോൾ രാജ്യത്ത് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്.